നമസ്കാരം സർ. നമസ്കാരം പ്രിയ. മോദിയെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് ഇവാഞ്ചലിസ്റ്റുകളും CIA അടക്കമുള്ള ഒരു വൻ റാക്കറ്റ് ലോകത്താകമാനമായി പ്രവർത്തിക്കുന്നു. ഇന്ത്യയുടെ വികസനം, പ്രത്യേകിച്ച് ഇന്ത്യയുടേതായ രീതിയിൽ മുന്നേറുന്നത്, രാജ്യ താല്പര്യം സംരക്ഷിക്കുന്നത്, ഇതൊക്കെയാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. പണ്ട് കേരളത്തിലുണ്ടായ വിമോചന സമരത്തിന് എപ്രകാരം CIA പിന്തുണ കൊടുത്തോ അതേ രീതിയിൽ, പക്ഷേ അന്ന് മറ്റൊരു ലക്ഷ്യമായിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ വികാസം തന്നെയാണ് അവരുടെ ലക്ഷ്യം. മോദിയെ താഴെ ഇറക്കുക എന്നുള്ള ഒരു ശ്രമം അവർ നടത്തുന്നുണ്ട്, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട്. അങ്ങയുടെ ആർട്ടിക്കിൾ പി ഗുരൂസിൽ വന്ന ആ ആർട്ടിക്കിൾ വളരെയധികം ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നു. സാർ, എന്തുകൊണ്ടാണ് അങ്ങ് ഈ കാര്യത്തെപ്പറ്റി ഗുരുതരമായി ഒരു വീക്ഷണം അതിനകത്ത് നടത്തുന്നുണ്ട്? വളരെ ഗുരുതരമായിട്ടൊരു പ്രശ്നമാണ് എന്ന് അങ്ങ് ഇത് അഡ്രസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് സാർ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ? പ്രിയൻ, ഇത് ഒരു പാറ്റേൺ ആണ്, ഒരു കോമൺ പാറ്റേൺ ആണ്. ഇത് ഇന്ത്യ സ്പെസിഫിക് മാത്രമല്ല. ലോകത്ത് എവിടെയെങ്കിലും ക്രൈസ്തവ സഭയ്ക്ക് വളരാനായിട്ടുള്ള സാഹചര്യമില്ല, അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വാണിജ്യവൽക്കരണം നടത്താൻ പറ്റണില്ല എന്ന് കണ്ടാൽ വത്തിക്കാനും CIA കൂടി ഒരുമിച്ച് ആ രാജ്യത്തെ ഗവൺമെന്റിനെ അട്ടിമറിക്കും. ഇത് ആദ്യമൊക്കെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ആഫ്രിക്കയിലും ഒക്കെ നിലനിന്നിരുന്ന ഒരു സംവിധാനമാണ്. അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിരുന്നു 1959 വിമോചന സമരം കേരളത്തിൽ. അപ്പൊ നമുക്ക് വിമോചന സമരത്തെ പറ്റി അതിനകത്ത് അമേരിക്കൻ ഇൻവോൾവ്മെന്റിനെ കുറിച്ചിട്ടും ആദ്യമായിട്ട് വിവരം കിട്ടുന്ന ഡാനിയൽ പാട്രിക് മൊയ്നിഹാൻ എന്ന് പറഞ്ഞ ഒരു അംബാസിഡർ ഉണ്ടായിരുന്നു, US അംബാസിഡർ ഇൻ ഇന്ത്യ. അയാള് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, എ ഡേഞ്ചറസ് പ്ലേസ് എന്ന് പറഞ്ഞിട്ട്, ഇന്ത്യ എ ഡേഞ്ചറസ് പ്ലേസ്. ആ പുസ്തകത്തിലാണ് 1951 വിമോചന സമരത്തിന് USA അഥവാ CIA സാമ്പത്തികമായിട്ട് വൻ സഹായം നൽകിയ കാര്യം എഴുതിയിരിക്കുന്നത്. അത് കൂടാണ്ട് നമ്മളുടെ സംസ്ഥാന മന്ത്രി ലോനപ്പൻ നമ്പാടിന് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്, സഞ്ചരിക്കുന്ന വിശ്വാസി എന്ന് പറഞ്ഞ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. ഈ എന്താണ് വിമോചന സമരം അത് കൊണ്ടുവന്നതും അതിനെ ഫൈനാൻസ് ചെയ്തതും സപ്പോർട്ട് ചെയ്തതൊക്കെ CIA-യും വത്തിക്കാനുമാണെന്ന്. അത് തമാശ എന്താന്ന് വെച്ചാൽ, ഈ വിമോചന സമരത്തിന്റെ മുൻപന്തിയിൽ നിന്നിരുന്ന ഒരാളാണ് ലോനപ്പൻ നമ്പാട്. അദ്ദേഹം കമ്മ്യൂണിസത്തിനെതിരെ ഫൈറ്റ് ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം സജീവ രാഷ്ട്രീയ രംഗത്തേക്ക് വന്നത്. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം CPM-ൽ ചേർത്തു. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ആത്മഹത്യ എഴുതുന്നത്. ആത്മഹത്യ എഴുതിയപ്പോൾ അദ്ദേഹം ഒരു കാര്യം തുറന്ന് സമ്മതിച്ചു, എനിക്ക് അതൊന്നും അത്രയ്ക്ക് അറിവില്ലായിരുന്നു, ഈ ക്രൈസ്തവ സഭ അതിലുള്ള പാതിരികളും എല്ലാം മഹാകള്ളന്മാരാണ്, ഒരെണ്ണത്തിന് വിശ്വസിക്കാൻ കൊള്ളില്ല, അവർ മുഴുവനും എന്തായി ഗവൺമെന്റ് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകളെ താഴെ ഇറക്കാനായിട്ടാണ് അവരൊന്ന് ശ്രമിച്ചിട്ടുള്ളത്, അട്ടിമറിക്കാനാണ് അവർ ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ അത് കൂടാണ്ട് 1978 മൊറാർജി ദേശായി മന്ത്രിസഭ ഒരു ബില്ല് കൊണ്ടുവന്നു. സ്വകാര്യമായിരുന്നു അത്. OP ത്യാഗി എന്ന് പറഞ്ഞ് ജനതാ പാർട്ടി MP പാർലമെന്റിൽ ലോക്സഭയിൽ ഒരു ബില്ല് അവതരിപ്പിച്ചു, മതപരിവർത്തന നിരോധന നിയമം, അല്ലെങ്കിൽ മതസ്വാതന്ത്ര്യ ബില്ല് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ആ ബില്ലിനെതിരായിട്ട് ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ മൊത്തം, പ്രത്യേകിച്ച് ഈ പള്ളിയിൽ അച്ഛന്മാരും കുഴിവെട്ടുകാരും കപ്പ്യാരിമാരും കർദിനാളന്മാരൊക്കെ ഉണ്ടല്ലോ, അവര് മുഴുവൻ രംഗത്തിറങ്ങി. അങ്ങനെ ആ ഗവൺമെന്റിനെ അവരാണ് അട്ടിമറിച്ചിട്ട്. അപ്പൊ അവർക്ക് കിട്ടിയപ്പോ അവരെന്ത് ചെയ്തു, ഈ ജനതാ പാർട്ടിയിലുണ്ടായിരുന്ന ക്രൈസ്തവരും പിന്നെ സോഷ്യലിസ്റ്റുകളെയും അതുപോലെ കോൺഗ്രസിനെ ഒരു കൊടിക്കീഴിൽ കൊണ്ടുവന്നിട്ട് കോൺഗ്രസിനെ കൊണ്ട് ചരൺ സിംഗിനെ പ്രധാനമന്ത്രിയാക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ചരൺ സിംഗ്, അയാൾക്ക് പ്രധാനമന്ത്രി ആവണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല മനുഷ്യനായിരുന്നു, പാവം, കർഷക നേതാവ്. അയാൾക്ക് 80 വയസ്സായി കഴിഞ്ഞപ്പോൾ അയാൾക്ക് തോന്നി അയാൾക്ക് പ്രധാനമന്ത്രി ആവണമെന്ന്. അങ്ങനെ തന്നെ അയാൾക്ക് പ്രധാനമന്ത്രി ഓഫർ ചെയ്തു. അവര് പോയി ഈ ചരൺ സിംഗിന്റെ പാർട്ടിയിലുണ്ടായിരുന്നവരൊക്കെ ജനതാ പാർട്ടിയിൽ നിന്ന് പിൻവലിച്ചു, മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു. ഇയാളെ സത്യപ്രതിജ്ഞ ചെയ്തു. സത്യപ്രതിജ്ഞ ചെയ്ത് 2ാമത്തെ ദിവസം കോൺഗ്രസ് സപ്പോർട്ട് പിൻവലിച്ചു. അങ്ങനെയാണ് ഇലക്ഷൻ വന്നത്. 1980 ഇലക്ഷൻ വന്ന് ഇന്ദിരാഗാന്ധി തിരിച്ച് അധികാരത്തിൽ വന്നത്. അന്ന് ഈ പറയുന്ന ജോർജ് ഫെർണാണ്ടസ് എന്ന് പറയുന്ന ജനതാ പാർട്ടി നേതാവ് വരെ ഈ കത്തോലിക്ക സഭയുടെ അച്ഛന്മാരുടെ സ്വാധീനത്തിൽ വഴങ്ങി അയാള് BJP-നെ BJP അല്ല, ജനസംഘത്തിനെ RSS-നെ ചീത്ത പറഞ്ഞ് രാജിവെച്ചു പോയി മന്ത്രിസഭയിൽ നിന്ന്.
അതെ. ദെൻ അത് കഴിഞ്ഞാൽ പിന്നീട് അയാൾ മന്ത്രിയാവുന്നത് 1989 VP സിംഗ് മന്ത്രിസഭയിലാണ്. VP സിംഗ് മന്ത്രിസഭയിൽ അയാൾ മന്ത്രിയായത് RSSന്റെ നോമിനേഷൻ കൊണ്ടാണ്. പിന്നെ 1998 വാജ്പേയി മന്ത്രിസഭയിൽ അയാൾ അംഗമായിരുന്നു. അപ്പൊ ഇവർക്ക് ഈ കാര്യം രാഷ്ട്രീയം ഇതൊക്കെ ആണെങ്കിൽ കൂടി ഈ ക്രൈസ്തവ സഭയ്ക്ക് എതിരായിട്ടുള്ള എന്തെങ്കിലും നടപടി വരികയാണെങ്കിൽ ഉടനെ അവരെല്ലാവരും ഒരുമിക്കും. ഇത് ഈ SCR എന്നൊക്കെ പറയുന്ന ക്രൈസ്തവ സഭയ്ക്ക് എതിരായിട്ടുള്ള നടപടിയൊന്നുമല്ല. അത് എല്ലാ മതക്കാർക്കും ബാധകമാണ്. ഇപ്പൊ ഹിന്ദു മതത്തിലാണെങ്കിൽ രാമകൃഷ്ണ മിഷൻ, അല്ലെ വിവേകാനന്ദ മിഷൻ, അതല്ലെങ്കിൽ ചിന്മയ മിഷൻ, ദെൻ അനദർ തിങ് ഏതാ ഉള്ളത്, ജഗ്ഗി വാസുദേവന്റെ കോയമ്പത്തൂരില്ലേ ജഗ്ഗി വാസുദേവന്റെ ആദിയോഗിയുടെ ഫൗണ്ടേഷൻ, പിന്നെ ഇഷ ഫൗണ്ടേഷൻ, ശ്രീ രവിശങ്കർ, അമൃതാനന്ദമയി, ഇവർക്കൊക്കെ വിദേശ ഫണ്ട് ഒന്ന് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ അവരത് നിയമപ്രകാരം എല്ലാ പ്രൊസീജിയറും ഫോളോ ചെയ്തിട്ടാണ് അവരത് ആ പൈസ മേടിക്കുകയും ചെലവാക്കുകയും ചെയ്യണം. ഈ പള്ളി അച്ഛന്മാരെന്താ ചെയ്യണമെന്ന് അറിയാമോ? NGOs ഒക്കെ അവർ കിട്ടുന്ന പൈസ ഇപ്പൊ 10 ലക്ഷം രൂപ അവർക്ക് ഒരു വർഷം ഒരാൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ 60 ലക്ഷം 70 ലക്ഷം 7 ലക്ഷം 8 ലക്ഷം ഒക്കെ ശമ്പളത്തിനും ചെലവിനൊക്കെ ആയിട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള പൈസ ആണ് അവര് കണക്ക് കാണിക്കുന്നത്. ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈസ മുഴുവൻ മതപരിവർത്തനത്തിനായിട്ട് കൊടുക്കുക ചെയ്യണം. ഈ പാവപ്പെട്ട ആൾക്കാർക്ക് ഗോതമ്പും പിന്നെ മൈദയും അതുപോലെ പാൽപ്പൊടിയും കൊടുത്ത ആൾക്കാരെ പറ്റിക്കും. ഇത് ഫോട്ടോ എടുക്കുന്ന പിന്നെയും കൂടുതൽ പൈസ കൊടുക്കും. അപ്പൊ അതൊന്ന് ഈ ഇവർക്ക് നമ്മൾ റിലീജിയസ് ഡെമോഗ്രഫി എന്ന് പറയും, അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ മതപരിവർത്തനം ഇങ്ങനെ അൺകൺട്രോൾഡ് അൺപ്രസിഡന്റഡ് ലെവലിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തിന്റെ ഡെമോഗ്രഫിയിൽ വ്യത്യാസം വരും. ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇവിടെ ക്രിസ്ത്യാനികൾ 5% അല്ലെങ്കിൽ 10% ഉള്ളൂ എന്ന് വെച്ചോളൂ. ക്രിസ്ത്യാനികൾ 40% ആയി കഴിഞ്ഞാൽ അവന്മാരെ ഹിന്ദുക്കളോട് ജീവിക്കാൻ സമ്മതിക്കുമോ? ഇസ്ലാം മതസമുദായം ഇസ്ലാം മതം ഇത് തന്നെയല്ലേ ചെയ്യുന്നത്. 30% 40% ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പറയണത് നമ്മൾ ജീവിച്ചോളണം, നമ്മൾ മേഴ്സി, ആ രീതിയിലാണ് അവർ പെരുമാറുന്നത് മുഴുവനും. അതുകൊണ്ടാണ് ഈ ഫ്രീഡം ഓഫ് എന്താ പറയുന്നത് ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടില് നിയമം ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ ഇവര് പറയണത് ഞങ്ങൾ ധാർമ്മിക പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്, സ്കൂളുകൾ നടത്തുന്നുണ്ട്, ആശുപത്രികൾ നടത്തുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ പ്രവർത്തനം സ്തംഭിക്കുകയാണ് അവർ പറയുന്നത്. ഈ പള്ളിക്കാർ നടത്തുന്ന ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടാണോ നമുക്ക് ചികിത്സ തരുന്നത്? അല്ല. എറണാകുളത്ത് തന്നെ എത്ര പള്ളി ക്രൈസ്തവ മറ്റേ മാനേജ്മെന്റിന്റെ കീഴിലുള്ള ആശുപത്രികളുണ്ട്. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അവര് നമ്മളെ കഴുത്തറുത്ത് ബില്ല് തരും. അപ്പോ ഈ പഞ്ചവരെ പറ്റിയിട്ട് പറയുന്നത് എന്താ വെച്ചാല് വിത്ത് പിൽസ് ആൻഡ് ഫൈനലി kill what is called kill the patient with the bill. അതായത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ അസുഖം ഗുളിക കൊണ്ട് മാറ്റും, എന്നിട്ട് അവസാനം നമ്മളെ ഗുളിക ബില്ല് കൊണ്ട് നമ്മളെ ഇല്ലാണ്ടാക്കുന്ന പറയുന്നത്. ആ രീതിയിലാണ്. അതുപോലെ ക്രൈസ്തവ മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ എത്ര ഫീസ് ചാർജ് ചെയ്യണം? അവർ സൗജന്യമായിട്ടാണോ കൊടുക്കുന്നത്? അല്ല, അവര് ഭയങ്കര അവരുടെ പ്രധാന ഉദ്ദേശം മതപരിവർത്തനം നടത്തുക, ഹിന്ദുക്കളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. പള്ളിയിൽ അച്ഛന്മാരുടെയും കന്യാസ്ത്രീകളുടെയും എല്ലാവരുടെയും മിനിമം പരിപാടി അതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ ജസ്റ്റിസ് പാതിരിമാര് മതപരിവർത്തനം നടത്തുന്ന ഒരു സംഭവമുണ്ട്. അലക്സിസ് പ്രേംകുമാർ എന്ന് പറഞ്ഞിട്ട് ഒരു കൊടൈക്കനാൽക്കാരനുണ്ട്, ഒരാളുണ്ട്, ജസ്യൂട്ട് പുരോഹിതൻ. നമ്മുടെ രാധാകൃഷ്ണൻ സാറൊക്കെ പറയില്ല, അവര് ഫുൾ ടൈം അവര് റിലീജിയസ് കൺവേർഷനിൽ മതപരിവർത്തനത്തിൽ ഇൻവോൾവ് ആണ്. അയാള് ഈ താലിബാൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ പോയി അവിടെ ആൾക്കാർ മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചു. 2014 അയാളെ അറസ്റ്റ് ചെയ്തു. അന്ന് ഹെറാത്ത് പ്രോവിൻസിൽ അഫ്ഗാനിസ്ഥാനിലെ. എന്നിട്ട് അയാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൊല്ലുന്നുള്ളവരും ഉറപ്പാണ്. അവിടെ പണിഷ്മെന്റ്, മിനിമം പണിഷ്മെന്റ് ഡെത്ത് പെനൽറ്റിയാണ്. എന്നിട്ട് അയാളെ ഇന്ത്യ ഗവൺമെന്റ് താലിബാനുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ ഇന്ത്യ ഗവൺമെന്റ് ഉള്ള ഡിപ്ലോമാറ്റിക് ഇത് ഉപയോഗിച്ചിട്ട് അയാളെ സ്വതന്ത്രനാക്കി ഇന്ത്യയിൽ കൊണ്ടുവന്നു. അന്ന് വിദേശകാര്യമന്ത്രി ആയിരുന്നത് സുഷമ സ്വരാജാണ്.
സുഷമ സ്വരാജ് അവരുടെ വ്യക്തിത്വം മുഴുവൻ പരമാവധി ഉപയോഗിച്ച് അവരുടെ കഴിവുകൾ മുഴുവൻ ഉപയോഗിച്ചിട്ടാണ് അയാളെ അവിടെ നിന്ന് ഫ്രീ ആക്കി കൊണ്ടുവന്നത്. അപ്പൊ ഇവർക്ക് എവിടെ പോയാലും ഇവർക്ക് മതപരിവർത്തനമാണ് ഇവരുടെ പ്രധാന പരിപാടി. നാച്ചുറലി ഇതിന് ഇന്റർനാഷണൽ കോൺസ്പിറസി എന്ന് പറയാനുള്ള പ്രധാന കാരണം ഒന്ന്, ഈ രണ്ട് US പാർലമെന്റ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എന്നാണല്ലോ പറയുന്നത് അവരുടെ പാർലമെന്റിന്. അവിടുത്തെ രണ്ടുപേരും, ഒരു റൈലി മൂർ എന്ന് പറഞ്ഞ ആളും ക്രിസ് സ്മിത്ത് എന്ന് പറഞ്ഞ ഒരാളും, രണ്ടുപേരും റിപ്പബ്ലിക്കൻ പാർട്ടിനെയാണ്. അവര് രണ്ടുപേരും വളരെ നിശിതമായിട്ട് വിമർശിച്ചിട്ടുണ്ട് ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അമെന്റ്മെന്റ്. അതില് ഈ റൈലി മൂർ പറഞ്ഞിരിക്കുന്ന ആ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ തകരാറിലാവും, അതിന് ഭയങ്കര ഡയർ കോൺസിക്വൻസസ് നിങ്ങൾ നേരിടേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റേ ക്രിസ് സ്മിത്ത് അയാൾ പറഞ്ഞത് ഈ ബില്ല് ഒരു കാര്യത്തിലും പാസ്സാവുന്നത് ഇന്ത്യക്കെതിരെ ഒരു ഇന്റർനാഷണൽ കോൺസെപ്റ്റ് എന്താ പറയുന്ന ഒരു അലയൻസ് സ്ഥാപിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് മാർക്ക് റൂബിയോ അവരുടെ സ്റ്റേറ്റ് സെക്രട്ടറി നാളെ വന്നപ്പോ ഇവിടെ കൽക്കത്തയിൽ പോയിട്ട് അവിടുത്തെ മിഷണറീസ് ഓഫ് ചാരിറ്റിയിലെ സന്യാസികളോട് പറഞ്ഞു, നിങ്ങളൊന്നും പേടിക്കുന്ന, ഞങ്ങൾ ഇന്ത്യ ഗവൺമെന്റിനെ വിട്ട് പേടിപ്പിച്ച് ശരിയാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പൊ ഇപ്പൊ ഈ കോൺഗ്രസ് അംഗങ്ങളുണ്ട്, രണ്ട് കോൺഗ്രസ് അംഗങ്ങള് ഫ്രീഡം FCRA വിമർശിച്ചപ്പോ അമിത്ഷാ വിദേശകാര്യ വകുപ്പ് പറഞ്ഞത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല, യു മൈൻഡ് യുവർ ഓൺ ബിസിനസ്. അവർക്ക് അവിടെ ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ വന്നു കഴിഞ്ഞാൽ 100 കൂട്ടം കണ്ടീഷൻസ് മീറ്റ് ചെയ്യണം, പാരാമീറ്റേഴ്സ് മീറ്റ് ചെയ്യണം അമേരിക്കയിൽ തന്നെ. അന്നേരം അവർക്ക് എങ്ങനെ നമ്മളോട് ഉപദേശിക്കാൻ പറ്റുക? ഈ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായമാണ്. ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ തുടങ്ങി പിള്ളേര് ഒക്കെ വിളിച്ചിരുത്തി ഊണ് കൊടുത്ത് അവര് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും പൈസ കൂടുതൽ കിട്ടും. അങ്ങനെയാണ് മതപരിവർത്തനം നടത്തിക്കൊണ്ടു പോകുന്നത്. Then there is another thing. ഹരീഷ് സാൽവെ പറഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് പേര് ലോയർ ഉണ്ട്. അദ്ദേഹം ഒരു ക്രൈസ്തവനാണെന്ന് കൂടി ഓർക്കണം. അദ്ദേഹം ഇന്നലെ ഒരു ടെലിവിഷൻ ഇന്റർവ്യൂവിൽ പറഞ്ഞില്ലേ, ഈ നോ ഡൊണേഷൻസ് ആർ ഫ്രീ എന്ന് പറഞ്ഞാൽ ഈ സംഭാവനകളൊന്നും ഫ്രീ ആയിട്ടല്ല വരിക, അതിന്റെ കൂടെ സ്ട്രിങ്സ് അറ്റാച്ച്ഡ് എന്ന് പറഞ്ഞ കണ്ടീഷൻസ് ഉണ്ടെന്ന്. ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പൈസ കൊടുക്കുമ്പോൾ അവർക്ക് ചില കാര്യങ്ങൾ നടത്തിക്കിട്ടുണ്ട്. അപ്പൊ കൂടംകുളത്ത് ന്യൂക്ലിയർ പവർ പ്ലാന്റിനെതിരായിട്ട് ഇവിടെ സമരം നടന്നില്ലേ, ഇടിഞ്ചിക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് സോവിയറ്റ് സഹായത്തോടുകൂടി നിർമ്മിക്കുന്ന റിയാക്ടറിനെ പൂട്ടാൻ വേണ്ടിയിട്ട് അത്, പിന്നെ അതുപോലെ സ്റ്റെറിലൈറ്റ് കമ്പനി അവരുടെ കോപ്പർ ഫാക്ടറി അടച്ചു പൂട്ടിച്ചത്, ദെൻ സർദാർ സരോവർ ഡാം അത് അതിന്റെ പണി ഇത്രയും വൈകിച്ചതിന്, ഇതെല്ലാം ലോകത്തുള്ള കോർപ്പറേറ്റ് ഭീമന്മാരുടെ താല്പര്യം അനുസരിച്ചിട്ട് ഇവിടുത്തെ സഭ നടത്തുന്ന സമരമാണ്. എന്നിട്ട് ഇതിൽ സഭയ്ക്കകത്തൊന്നും താല്പര്യമില്ല എന്ന് പറയാം. അതിനകത്ത് ഉള്ളത് മുഴുവൻ സഭയിലെ ആൾക്കാരാണ്, എൻവിറോൺമെന്റലിസ്റ്റും ഒക്കെ. ഇതേ ഒരു പറയും ഈ നമ്മുടെ പശ്ചിമഘട്ട മലനിരകളില് ക്വാറി അനുവദിക്കണം, അത് വേണം ഇത് വേണം, വന്യമൃഗങ്ങളെ മുഴുവൻ കൊന്നൊടുക്കണം, അത് നാട്ടിലേക്ക് വരണമെങ്കിൽ വന്യമൃഗങ്ങളുടെ പോപ്പുലേഷനിൽ ഗണ്യമായ വർധനവ് വന്നു എന്നൊക്കെയാണ് പറയുന്നത് അവര്. യഥാർത്ഥത്തിൽ എന്താന്ന് വെച്ചാൽ നമ്മള് വന്യമൃഗങ്ങളുടെ ആവാസ കേന്ദ്രം നമ്മൾ കയ്യേറി അവിടെ മുഴുവൻ നമ്മൾ കൃഷി ചെയ്യുകയാണ്. കാട്ടിനുള്ളിലൊക്കെ കഞ്ചാവാണ് ഇപ്പൊ കൃഷി ചെയ്യണം മുഴുവൻ. അപ്പൊ അത് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരിപ്പോ പറയണത് നോ 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 ഞങ്ങൾക്ക് ഇനിയും ഭൂമി കയ്യേറേണ്ടി വരും. ഗാഡ്ഗിൽ റിപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ, ഇന്നാളെ മരിച്ചുപോയത് ഒരു ഗാഡ്ഗിൽ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അയാളുടെ റിപ്പോർട്ട് മാധവ് ഗാഡ്ഗിൽ അയാളുടെ റിപ്പോർട്ടിൽ പറഞ്ഞ പ്രകാരം ഒന്നും ചെയ്യാൻ പറ്റൂല എന്നാണ് അവര് പറയുന്നത്. ആ മനുഷ്യന് പ്രകൃതിയോടുള്ള സ്നേഹം കൊണ്ട് സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി പശ്ചിമഘട്ട മലനിരകളെ മുഴുവൻ കറങ്ങി അവിടുത്തെ എല്ലാ ഡീറ്റെയിൽസും എഴുതിയിട്ടുണ്ടോന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇറ്റ് വാസ് ഷോക്കിംഗ്. കാരണം ഈ ഇത് മുഴുവനും നശിപ്പിക്കുന്നത്, പ്രകൃതി സംവിധാനം മുഴുവൻ നശിപ്പിക്കുന്നത് ഈ ക്രൈസ്തവരും പിന്നെ മുസ്ലിങ്ങളും കൂടി ചേർന്നിട്ടാണ്.
അതെ. അപ്പൊ അങ്ങനെ പിന്നെ അതുപോലെ ഈ CJP ഇല്ലേ, കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ ക്രിസ്ത്യൻ ജഹാദ് പാർട്ടി, അതെ. ഇത് രൂപീകരിക്കുന്നത് ഈ FCRA ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കും എന്നുള്ള വിവരം കിട്ടിയതിനെ തുടർന്നിട്ടാണ്. എന്നിട്ട് 22 ലക്ഷം ആൾക്കാർ അതിന് ഫോളോവേഴ്സ് ആയിട്ടുണ്ടെന്ന് രണ്ടാമത്തെ ദിവസം അവർ അനൗൺസ് ചെയ്തു. ആ ഫോളോവേഴ്സ് മൊത്തം പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നും മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്നും അതുപോലെ യൂറോപ്പിലെ ചില രാജ്യങ്ങളിൽ നിന്നും കൂടിയാണ്. കാരണം ഇന്ത്യനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇപ്പൊ അയാള് വിദ്യാർത്ഥി സമരം അവസാനിപ്പിച്ചു. ഇപ്പൊ അയാൾക്ക് മറ്റേ FCR ബില്ല് അവതരിപ്പിക്കുന്ന തിരക്കിലാണ് അയാളിപ്പോ ഈ CJP-ക്കാര്. അതെ സർ, ഏതായാലും മോദി തന്നെയാണ് ലക്ഷ്യം എന്ന് തെളിയുകയാണ്. CAAയും വത്തിക്കാനും അടക്കമുള്ള നിക്ഷിപ്ത താല്പര്യമുള്ള ശക്തികൾ ഇതിന് പിന്നിലുണ്ട് എന്നും തെളിയുന്നു. മറ്റാരും പറയാത്ത വാർത്തകൾ ഞങ്ങൾ പറയുന്നുണ്ട്. ഉറപ്പായും ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണേ.